ആനകൾ ക്യൂവിലാണ്. ആനകളും ആനപ്പാപ്പാന്മാരും ഒക്കെ വലിയ ആവേശത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഊട്ടോളി രാമൻ എന്ന് പറയുന്ന ആനയുടെ പാപ്പാനുണ്ട്. എന്താ ആന റെഡി? അതെ 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 അതെ, ഓക്കെയാണ്, പക്കയാണ്. ഓ എല്ലാം പക്കയാണ്. ചോദിച്ചാ പൂരത്തിന് റെഡി അല്ലേ? പറഞ്ഞേ പറഞ്ഞേ. അടിപൊളി. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആന റെഡിയാണ്, പാപ്പാന്മാർ റെഡിയാണ്. ഇപ്പോൾ ഇത് പരിശോധിക്കാനുള്ള ഓഫീസർമാർ ഉൾപ്പെടെ ഉണ്ട്. മൃഗസംരക്ഷണ ഓഫീസർ നമ്മളോടൊപ്പം ഉണ്ട്. സാറേ, ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പരിശോധിക്കുന്ന പ്രധാനമായും? നമുക്കിവിടെ ഒരു 80-ലേറെ ആനകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് തിരുവമ്പാടി, പാറമേക്കാവ് 2 വിഭാഗങ്ങളുടെ ഇതായിട്ടാണ്. അതിൽ കുടമാറ്റത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിന് തന്നെ ഏറ്റവും പ്രഗത്ഭരായ തയ്യെടുപ്പുള്ള ഒരു 30 ആനകളുണ്ട്. പുറമെ കടകപൂരങ്ങളിൽ പങ്കെടുക്കുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കടകപൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആനപ്രേമികളുടെ ഒരു വലിയ ഒഴുക്ക് ഇവിടെ ഉണ്ടാകും എല്ലാ വർഷത്തെയും. തെച്ചിക്കോട്ട് രാമേന്ദ്രൻ്റെ ഒക്കെ പരിശോധന പൂർത്തിയായോ? ഇന്നലെ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. വലിയ ഫാൻസ് ഉള്ള ഒരു ആന കൂടിയാണ്. തീർച്ചയായിട്ടും രാമൻ എന്ന് പറയുന്ന ഒരു വികാരമാണ് തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ 2 വിഭാഗങ്ങളിലായിട്ട് നമ്മൾ 25ഓളം ഡോക്ടർമാരടങ്ങുന്ന 2 സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇവർ ആനകളുടെ ഫിറ്റ്നസ്സാണ് പരിശോധിക്കുന്നത്. മതപ്പാടിൽ ഉള്ള ആനകൾ അത് പിന്നെ ഇവിടെ വരത്തില്ല എന്ന് നമുക്ക് പറയാൻ തരാം. തൃശ്ശൂർ പൂരം പോലുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ചെറിയ ലക്ഷം പോലുള്ള ആരും കൊണ്ടുവരാൻ വരില്ല.